ആന്റി എത്ര തള്ളി മറിച്ചാലും അഖിലയുടെയും ആകാശിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഇന്നലെ മുതൽ 100 ദിവസം തന്നെ എന്റെ സ്വർണം തിരിച്ചു തരുമെന്ന് ആന്റി വലിയ വീരവാദമൊക്കെ അടിച്ചു. ആകാശിന്റെ കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് ഇനി അതൊന്നും നടക്കില്ല. ഇനി വിരലിലെണ്ണാവുന്ന വെറും 99 ദിവസമേ ബാക്കിയുള്ളൂ. അതിനുള്ളില് എനിക്കെന്റെ സ്വർണം തിരിച്ചു കിട്ടിയിരിക്കണം. നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആകാശിന്റെ കല്യാണം നടത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതിനുശേഷം നിന്റെ 60 പവന്റെ സ്വർണം മുഖത്തെറിഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ഈ കുടുംബത്തിലെ എല്ലാ അധികാരവും അഖിലയ്ക്ക് കൊടുക്കാൻ. അവള് വന്ന് ഈ കുടുംബത്തിൽ കയറിയ നിന്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല. അവള് നിന്നെ ചവിട്ടി അരച്ചു കൂട്ടും. നോക്കിക്കോ. അഖില പോയിട്ട് പഞ്ചരത്നങ്ങളിൽ 5 പേരും ഒരുമിച്ച് വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രം മോളെ. നമുക്ക് കാണാം. നിന്റെ അമ്മ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടല്ലോ. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും പിടികിട്ടിയോ? ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കുന്നത്. ആകാശിന്റെ കല്യാണം നടന്നാലെങ്കിലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമെന്ന് കരുതിയതാ. ആ പ്രതീക്ഷയാണ് ഇല്ലാതായത്. അമ്മ 100 ദിവസം അവധി പറഞ്ഞു. അതിലൊരു ദിവസം കഴിഞ്ഞു. ബാക്കി ദിവസങ്ങൾ ഞാൻ കലണ്ടറിൽ ചുവന്ന വരയിടായിരിക്കുമായിരുന്നു. അതെല്ലാം പോയില്ലേ. ഇങ്ങനെ നിരാശപ്പെടേണ്ട. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. നീ എന്താ പറഞ്ഞത്? സ്വർണം കിട്ടിയില്ലെങ്കിലും നീ ഫസ്റ്റ് നൈറ്റിന് റെഡിയാണെന്നല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? സ്വർണം കിട്ടിയാൽ മാത്രമേ ഫസ്റ്റ് നൈറ്റ് ഉള്ളൂ. ഞാനേ പറയാൻ വന്നത് മറ്റൊരു കാര്യം. നിന്റെ അമ്മ എന്ത് വില കൊടുത്തും ഈ കല്യാണം നടത്തും. അവർക്ക് അത്രയും വാശിയുണ്ട്. ഈ കല്യാണം നടന്ന എന്റെ 60 പവൻ എനിക്ക് കിട്ടും. അത് കിട്ടിയ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ദൈവമേ, ആകാശിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണേ. എങ്കിലേ എന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കൂ. എന്താടി? അമൃതേച്ചി ആതിരയോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം. കാര്യം എന്താ? നാളെ രാവിലെ അവൾക്ക് തൃശ്ശൂർ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. അതിപ്പോ ക്യാൻസൽ ചെയ്യണമെന്നാ പറയുന്നേ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അമൃതേച്ചി. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്തുണ്ടാവാൻ? അവൾക്ക് പോണ്ട, ഒരേ മടി. അതെങ്ങനെ ശരിയാവും? ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നാളെ അവള് പോയേ പറ്റൂ. ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു ചേച്ചി. ഒരു രക്ഷയില്ല. ഇവളിങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവും? കിട്ടിയ സൗഭാഗ്യത്തിന്റെ വില മനസ്സിലാക്കാതെ അവൾ ഇങ്ങനെ പെരുമാറിയാലോ? ആരാധ്യ അവളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അമൃതേച്ചി ഒന്ന് ഇടപെട്ടേ പറ്റൂ. ഞാൻ വരാം, നീ ചെല്ല. ഹലോ മാമി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് നിന്നെ വിളിച്ചത്. എന്താ മാമി? കുടുംബക്കാര് തമ്മിൽ തീരുമാനിച്ച വിവാഹം മാറ്റിവെക്കാനുള്ള തീരുമാനം ആകാശിനോടാണോ പറയണ്ടേ? അത് മാമി, നാളെ ഞാനും അബിയും കൂടെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. 3 മാസത്തിനകം വിവാഹം നടത്താൻ പറ്റില്ല എന്ന് പറയാനാണെങ്കിലേ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ആകാശിന്റെ വിവാഹം ആ സമയത്തിനുള്ളിൽ തന്നെ നടത്തിയേ പറ്റൂ. പെൺകുട്ടി അഖിലയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.